ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഒന്നും ചോദിക്കണ്ട, SM-ലേക്ക് പോയാൽ മതി. നമുക്ക് ഷഫ്നെ കൂട്ടിട്ട് ഒരു ദിവസം വരണം. ഇതില് വരുന്ന മറ്റേ അങ്കിളിനെ പോലെ ഇല്ലേ റൂം പോകണം. നോക്ക് എന്താ ഇപ്പൊ കണ്ടം കളിക്കാറ് ചലിച്ചിട്ട് പറിച്ചിട്ടില്ലേ രണ്ടുണ്ടാ പബ്ലിക്. ഐ എം വെരി ഹാപ്പി. റൂമിന്റെ പുറത്തേക്ക് റൂം ഒരു രക്ഷയില്ല. നമ്മൾ അരമണിക്കൂർ ഓടിച്ചിട്ട് Hey, this is Najobi and welcome back to my YouTube channel. Where is Najobi? And ഇന്നിപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ നമ്മൾ റിസോർട്ടിൽ നിന്ന് പോയിട്ട് അടുത്ത ഹയാഷി പറഞ്ഞിട്ട് റിസോർട്ടിലേക്ക് പോവാണ്. ഇവിടെ ആബിച്ചുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റിസോർട്ടിലേക്ക് പോകുന്ന അവിടുത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ ഈ വ്ളോഗ്. ഇന്നലെ നമ്മൾ സ്കൈവേസിത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പം ഫസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മളെ വ്ളോഗ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ നമ്മളെ വ്ളോഗ് ഫസ്റ്റ് ടൈം ഇന്നലത്തെ വീഡിയോ ഉണ്ട്, അത് കാണണം. ഇന്നലത്തെ വീഡിയോ കാണാൻ അഭിപ്രായം പറയാം. ഇനി ഈ വ്ളോഗ് അതേപോലെ നിങ്ങൾ ഫസ്റ്റ് അഥവാ ഇനി പറയാൻ പറ്റില്ലല്ലോ, യൂട്യൂബിൽ നമ്മളെ വ്ളോഗ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് വെറിസ് നജോബി, അവൻ്റെ പേര് സ്റ്റോറീസ് ഓഫ് ആബിദ്. എന്നെ ഫോളോ ആക്കണ്ട, എന്നെ ഫോളോ ആക്കണം, എന്നെന്തായാലും ഫോളോ ആക്കണം ഇഷ്ടപ്പെട്ടാലോ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഫുള്ള് അങ്ങോട്ടേക്ക് പോകുന്ന വിഷയം. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമ്മൾ നല്ല ബിരിയാണി കഴിച്ച്. അപ്പം ഇന്ന് നമ്മൾ കഴിക്കുന്ന നല്ല നാടൻ ചോറും മീൻകറി, സാമ്പാർ, പയറുപ്പേരി, സാലഡ്, ചമ്മന്തി, പപ്പടം. പിന്നെ വെച്ചെന്നപ്പോൾ പെരും മഴ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുനിന്ന്, പക്ഷെ മഴ കുറഞ്ഞില്ല. അപ്പം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ വീണ്ടും മഴ ഇത് അയച്ചാ. സംഭവം നൈസ്. ഇത്ര ദിവസം വെയിൽ ചെയ്തുകൊണ്ട് വയനാട് നമ്മൾ വന്നപ്പോൾ നല്ല മനുഷ്യന്മാർ വന്നപ്പോൾ മഴ പെയ്ത്. എന്തേ നല്ല മനുഷ്യൻ വന്നിട്ടില്ല, മനുഷ്യത്തി. നമ്മൾ പോണ വഴിക്കിൽ നമ്മളെ റംബൂട്ടാൻ കണ്ടു. ആബിച്ചക്ക് റംബൂട്ടാൻ കഴിക്കാൻ പോതി അല്ല റാബിച്ച നിജോനെ. അപ്പം നമ്മളിവിടുന്ന് റംബൂട്ടാൻ മേടിച്ച് അതിങ്ങനെ തിന്ന് ഈ മഴയത്ത് ഞങ്ങൾ ആസ്വദിച്ച് പോകും. വയനാട് വന്നിട്ട് ഇനി തേയിലത്തോട്ടം കണ്ടില്ല എന്നാരും പറയരുത്. എല്ലാവരും വയനാട് വന്ന കാണിച്ചിരുന്ന സാധനം ഇപ്പം ന്യൂസ് കാണിച്ചൊന്നുമില്ല. അതിൻ്റെ സങ്കടം ആർക്കും വേണ്ട, മനസ്സറിഞ്ഞ് കണ്ടോളി. ബാത്റൂമിൽ പോകണ്ട, ആവശ്യം കുളിച്ച് കഴിച്ച്. മയത്ത് വണ്ടി ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താ? വയനാട് ഭയങ്കര മഴയാണ്. സംഭവം ചാറ്റിയിട്ടുള്ളൂ അല്ലേ? അരമണിക്കൂർ ഓടിച്ചിട്ട്. അപ്പം ആവശ്യക്കൊരു ഹോട്ട് കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂലൈ മറ്റേ ചുരുൾമലേൻ്റെ ഇതിലുണ്ടാക്കിയ റെസ്റ്റോറൻറ്റില്ലേ അവിടെ വന്ന് അവിച്ച് എന്തൊക്കെയോ മേടിക്കാൻ പോകുന്നത്. എനിക്ക് പിന്നെ മഴ ആയതുകൊണ്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഇനി കഴിക്കുമെന്നറിയില്ല. ആൻഡ് ഇനിയും ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറുണ്ട് നമ്മളെ പ്രോപ്പർട്ടിക്ക് എത്താൻ. ഹയാഷിയിലേക്കാണ് നമ്മൾ സ്റ്റേക്കേഷന് പോകുന്നത്. സോ ഗൈസ്, നമ്മളിന്ന് ഈ ഒരു ക്യാബിനിലാണ് സ്റ്റേ ചെയ്യുന്നത്. മെയിൻ അട്രാക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നജൂബിൻ്റെ വീക്ക്നെസ് ആയ പോലെ നേരെ റൂമിൻ്റെ പുറത്തേക്ക്. റൂം ഒരു രക്ഷയില്ല. നമ്മൾ നേരെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഉണ്ടോ, ഞാൻ ഇപ്പം കയറുന്നില്ല, ഫുൾ ചളിയാക്കും. ഗൈസ് അവിടെ എന്താ അതിൻ്റെ പേരെന്തേ? കൊക്കോ അല്ല, കൊക്കല്ല. താങ്ക് യു. പയമ്പൂരി അല്ലേ? ഓക്കെ, സെറ്റ്. വൈബ് മൂടും. ഞാൻ മലന്നടിച്ച് വിഗൂലേക്ക് വിടുന്നു. അവളെ സാധനം കാണിച്ചെടുക്കാം. പൂള് അഭിച്ചക്ക് സമാധാനം പോയിണ്ടാവല്ലോ പൂള കണ്ടിട്ട്. പയമ്പൊരി വിത്ത് കോഫി പൊട്ടത്തിന് തേങ്ങ
പഴംപൊരി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റിസോർട്ടിൽ പോവുക. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമല്ലോ അങ്ങനെ വാലുറങ്ങാണ്ട് പോകണം. വീണ്ടും ഉറക്കം കഴിഞ്ഞു. ഉറങ്ങാൻ വേണ്ടിട്ട് റിസോർട്ടിൽ വന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നുണ്ടോ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര പനി. ഒരാൾക്ക് ചുമ ഒരാൾക്ക് പനി. എനിക്ക് ചുമ ഓൾറെഡി ഉണ്ട്. പിന്നെ അതിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവനൊരു ടോണിക്ക് വന്നതോടെ കൂടി. നമുക്ക് നാളെ രാവിലെ വിഷ്വലെല്ലാം കാണിച്ചിട്ട് രാവിലെ എടുക്കാം. അത് തന്നെ. നമ്മൾ കുറച്ച് റൂംസിൻ്റെ ക്ലിപ്പൊക്കെ പറ്റുകയാണെങ്കിൽ ഇടും അല്ലേ. രണ്ടാൾക്കും ഭയങ്കര ക്ഷീണമുണ്ട്. എന്താ പറയുക, അങ്ങനെയല്ല, ഹോസ്പിറ്റലിൽ പോകണ്ടേ. അപ്പം നമുക്ക് നാളെ കാണാം ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണ്ടേ. സോറി, ഫുഡിൻ്റെ വ്ളോഗും കൂടി ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ കാണും. ഡിന്നർ റെഡി. ഫ്രൈഡ് റൈസ് ഉണ്ട്, അഭിച്ചൻ്റെ ഫേവറേറ്റ് ചപ്പാത്തി, അഭിച്ചൻ്റെ ഫേവറേറ്റ് പൊറോട്ട. ഇതെന്തേ ചിക്കൻ കറിയാ? ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ ചില്ലി. അടുത്തത് ഫുഡ് കഴിച്ചിട്ട് ഈ കാപ്പിത്തോട്ടത്തിന് എന്തിനാ ക്യാമറ? ഉണ്ടാതൊക്കെ രാവിലെ അണിച്ചിട്ട് ബ്ലോഗ് എടുക്കാൻ മറന്ന് ഒരാളെ രണ്ട് ചായ കുടിച്ചു കഴിഞ്ഞു. ന്യൂ ബ്ലോഗറിന് എന്ത് പറയുന്നു? ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി എന്താ പറയാ, എന്തൊക്കെ നല്ല രസമുള്ള വ്യൂ. ഈ വ്യൂ രസമുണ്ട്. ഈ സംഭവമൊക്കെ രസമുണ്ട്. നമ്മുടെ റൂമിന്റെ പുറത്തുനിന്ന് മറ്റേ പ്രകാശം അടിക്കുന്നൊക്കെ വൈകിട്ടില്ല. ഇന്നലെ സ്റ്റേ ഉണ്ടായത് ഇവിടെയാണ്. എന്തേനു റിസോർട്ടിന്റെ പേര്? ഹയാഷി റിസോർട്ട്. നുജിനെ കാണാൻ രാവിലെ മറ്റേത് വന്നിട്ടുണ്ട്. മാനി വ്യൂ ഒക്കെ കണ്ട് ഉള്ള ഒരു സ്റ്റേക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ദിസ് റിസോർട്ട് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് എസ്പെഷ്യലി ഫോർ കപ്പിൾസ്. ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്യാബിൻസ് ആണ്, പക്ഷെ പ്രൈവറ്റ് പൂളുള്ള ക്യാബിൻസും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുത്തെ പൂള് കാണിച്ചു കൊടുക്കുന്നത് പൂളാണ്, ബാലി വൈബാ. റൂമിൽ നിന്ന് ഇറങ്ങി ഓടി, ഞാൻ ഓടിയായിരുന്നു ഇവിടെ സ്ലിപ്പാ വിരിച്ചിട്ട് ഓടിപ്പോ വീണ്. ഇതിലൂടെ ഓടി നേരെ പുള്ള് ഓടിയിട്ട് പോണെന്നല്ല, ജാറിയിട്ട് പോയിട്ടിനിപ്പോ. ജാറിയിട്ട് പോയിട്ടിന് അതെ, നമ്മളെ നാട്ടിൽ അങ്ങനെയാ പറയാ. നിങ്ങളെ നാട്ടിലത്തെ കാര്യം ആലോചിച്ച് അപ്പോ മിക്കവാറും ഒരു പൂവല് കാണാം. നമുക്ക് ഇവിടെ പൂള് സെറ്റ് അല്ലേ. നമുക്ക് ഇവിടെ ഒരു ഫുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ? രസമില്ലേ? അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുള്ളൊക്കെ ഇത് ആക്ച്വലി ഇല്ലേ, ഇതാണ് റിസോർട്ട്. ദിസ് ഈസ് ദ റിസോർട്ട്, ഹയാഷി റിസോർട്ട്. ഇവിടെ കുറേ ക്യാബിൻസ് ഉണ്ട് കേട്ടോ, പലതും പല ഡിഫറെന്റ് ടൈപ്സ് ആണ്. പക്ഷെ എല്ലാത്തിനും വ്യൂ ഉണ്ട്, ഭയങ്കര എസ്തെറ്റിക് ആണ്. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റും ലൈക്ക് ഒരു ലക്ഷറി വൈബാണ്, നല്ല രസമുണ്ട്. ഓക്കെ, എവിടെന്നാലും വ്യൂ റിസോർട്ടില്. ഇതും ആക്ച്വലി ക്യാബിൻസ് ആണ്. ഇനിയും കൂടെ അവിടെ ആകെ 2 ക്യാബിനുള്ളൂ. ഈ സൈഡിൽ നോക്ക്. എന്താ ചെരിയുന്ന ട്രൈപ്പോഡ്, ഒരു വൃത്തിയില്ലാത്ത ട്രൈപ്പോഡ്. ഇനി പിന്നെ ട്രൈപ്പോഡിനെ കുറ്റം പറഞ്ഞു. ബാലൻസിങ് ഇല്ല. ഇത് നോക്ക്, അങ്ങോട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ സീന സ്ഥലമല്ല. ഞങ്ങൾ കുളിച്ച് മാറ്റി ഞങ്ങളെ ഫോട്ടോ കൊണ്ട് നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരും മിക്കവാറും. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇവര് എന്താ വയനാട്ടിലായല്ലോ ഓടത്ത് പുലിയുണ്ട്. പുലിയുണ്ട്, ഇപ്പൊ കാട്ടിന്നിറങ്ങിയത് റിസപ്ഷൻ. പിന്നെ ഇവിടെ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ, വാ ഞാൻ കാണിച്ചു തരാം. റിസപ്ഷന്റെ മുകളില് പിന്നെ ഫുള്ള്
കണ്ടോ ഹട്ട് ടൈപ്പ് നല്ല രസം. കുറേ എസ്തെറ്റിക് ഫോട്ടോഗ്രാഫിയും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. കപ്പിൾസിന് ഇവിടെ വന്നെങ്കിൽ അടിപൊളിയാക്കാം. ആൻഡ് ദിസ് ഈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു. ഈ ഒരു ആംബിയൻസ് നോക്കി. എന്താ ഹായ് ആബിച്ച, സുഖല്ലേ കുട്ടാ? നോക്ക് കുറേ ക്യാബിൻസ് ഉണ്ട്. ഇതാണല്ലേ പ്രൈവറ്റ്? ഇതാണോ? അല്ലല്ലോ, പ്രൈവറ്റ് പൂൾ. ഏത്? ഇവിടെ 2 ക്യാബിൻ. നമ്മള് സ്റ്റേ ചെയ്താണ്. ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട്. അടിയിലേക്ക് നോക്ക്, നല്ല സ്ഥലമുണ്ട് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നടന്നു വരുന്നല്ലോ എടുക്കണേ. ആയിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോൾ അഥവാ ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിഡ്സ് ഏരിയയും ഉണ്ട്. കണ്ടോ, സീസോ ഒക്കെ ഉണ്ട് അവിടെ. സീസോ പറഞ്ഞാല് അതാ ചാടുന്ന സാധനം, യെസ്, തുള്ളുന്ന സാധനം. എനിക്കിത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത് ഈ ഒരു ആംബിയൻസിന് കേട്ടോ. അത്ര റേറ്റ് ഒന്നും ഇല്ല, കുറവാണ് പൊതുവെ. ഇവിടെ ഇവിടൊക്കെ നല്ല രസമുണ്ട് രാത്രിക്ക് ലൈറ്റ് എല്ലാം ഇട്ടിട്ട്. ഇത് പ്രൈവറ്റ് പൂളും ഇല്ല. ദിസ് ഈസ് പ്രൈവറ്റ് പൂൾ ഇല്ല. കണ്ടോ, അതിലിപ്പോ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കാണ്. അവിടെ മറിച്ചിട്ട് കണ്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ പോയ റിസോർട്ടിലാണെങ്കിലും അധികവും ബാംബൂസ് ഉണ്ടായിരുന്നു. ഇവിടെയും ഉണ്ടല്ലേ ബാംബു. എസ്തെറ്റിക് വൈബ് തരുന്നുണ്ട് തോന്നുന്നുണ്ട് ബാംബു. അവിടെ മറ്റേ ടെന്നീസ് കോട്ടൊക്കെ അല്ല, ടെന്നീസ് കോട്ടല്ല, എന്ത് ഷട്ടിൽ ബാറ്റ്, ടെന്നീസ് കോർട്ട്. ഇനെന്ത് കഥ അഭിച്ച? ഞാൻ പറഞ്ഞു ഇന്നൊരു വീല് കാണേണ്ടി വരും മിക്കവാറും. സ്ലിപ്പ് ആവുന്നുണ്ട് ഗൈസ്. ഇന്നലൊക്കെ ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു വയനാട്ടില്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഇന്നലെ ഫുള്ള് പനി പിടിച്ചു കിടന്നു. ഇപ്പോഴും പനിയുണ്ട്. തുടങ്ങി. അവിടെ മറ്റേ ഹട്ടുണ്ട്, എന്ത് മുള കൊണ്ടുണ്ടായി കട്ടില്. അവിടെ മറ്റേ ഹൈറ്റ് ഉണ്ട്. അതന്നെ ഞാനും പറഞ്ഞു. ഞാൻ ചേച്ചി പറഞ്ഞില്ലേക്കു. പൊളിയോ? പൊളിയൊന്നും. ഇതില് കുട്ടികൾക്ക് മാത്രം കയറാൻ പറ്റും, എനിക്ക് കയറാൻ പറ്റുമോ? അതിലേജ് ഇതുണ്ട്, അത് പൊട്ടും. നമുക്ക് ഷഫ്നെ കൂട്ടിട്ട് ഒരു ദിവസം വരണം. ഷഫ്ന ഇത് മറിച്ചിടും ഗൈസ്. നീ അല്ലേ ന്യൂ വ്ളോഗർ ഇൻ ടൗൺ. ഓ തെറ്റിപ്പോയി. എങ്ങോട്ടൊക്കെ അവിച്ചാ തെറ്റിപ്പോയല്ല പറയല്ല. 2 വർത്തമാനം പറയ്. ഞാൻ ഇപ്പൊ വരാം, 5 മിനിറ്റ്. എന്താ? ഒന്നുമില്ല പറയേ. ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ 2 ഉണ്ടാ? കൊക്ക് ഒന്നില്ലെങ്കിൽ 2 ഉണ്ടാ? ഈ പബ്ലിക് നമുക്ക് ഒരു വട്ടം കൂടി കൊണ്ട് വരണം. ഓക്കെ. ആക്ച്വലി ഇന്നലെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, പനിച്ചെടുക്കായിരുന്നു. ഈ മൈക്ക് അടുത്ത് പിടിച്ചിട്ട് ഗഹ് ഗഹ് ആക്കണം, അതിൽ മൊത്തം റെക്കോർഡ് ചെയ്യും. മൊത്തം നിന്റെ ക്ഷമ തന്നെ ആയിരിക്കും. ഇതിന്റെ ബാക്കായി പോയി. സോ ദിസ് ഈസ് അവർ റിസോർട്ട്, ഹയാഷി റിസോർട്ട്. പിന്നല്ലേ ഇന്നലെ ഞാൻ ഇട്ട ഡ്രസ്സിന് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് മറ്റേ ഹുഡി ടൈപ്പ്. ആക്ച്വലി അതൊരു കോച്ച് സെറ്റാണ്. സഫ്രാസിന്റെ പാൻറ്റും ഇതും കൂടി വരുന്നത്. അതിന്റെ പാൻറ്റ് പെട്ടിട്ട് 1400 രൂപയാണ്. ആക്ച്വലി ഭയങ്കര അഫോർഡബിൾ ആണ്. ഇന്നലെ ഞങ്ങൾ നടന്നു വരുമ്പം ഞങ്ങൾ ബൈക്കിൽ വരുമ്പോൾ പെരുമയാണ്. ആവശ്യം ഫുൾ നനഞ്ഞ് കുളിച്ച്. പക്ഷേ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറിയില്ല.
ഓ സഫ്രാസിന് സഫ്രാസാ സസഫ്രാസ്. ആ അപ്പോൾ ഞാൻ ആക്ച്വലി അത് കോഡായിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിച്ച് പറഞ്ഞ് എന്നെക്കാൾ രസം ബ്ലൂ ജീനായിരിക്കും രസം എന്ന്. അപ്പം ഞാൻ എടുത്തില്ല. അപ്പം ഈ പാൻറ്റും ആ ടോപ്പും ജസ്റ്റ് 1400 രൂപ. എനിക്കത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. അഭിച്ചൊക്കെ എന്ത് ഫീൽ ചെയ്തേ? നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയോ, ഇതിൻ്റെ ലിങ്ക് ആണെങ്കിൽ എൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ സിംഗിൾ പിക്ക്, അതിൻ്റെ അടിയിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി മാക്സിൻ്റെതാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, യൂട്യൂബിലെ വീഡിയോൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, മിക്കവാറും എൻ്റെ കൂടെ ഡ്രോൺ ഷൂട്ടൊക്കെ വന്നപ്പോൾ ആരുണ്ടായിനി, ആ ഡ്രോൺ ഷൂട്ട് തള്ളല്ല സത്യമാണെന്ന് വെച്ച്. ഓ എൻ്റെ ഫാൻസ് പിന്നെ റൂമൊക്കെ വാതിലുണ്ട് നോക്ക്. റൂമിൽ നല്ല വീഡിയോ എടുത്തിനോ, കാണിച്ചു കൊടുത്തിനോ? എടുത്തിനെന്നാണ് ഓർമ്മ, എനിക്ക് ഓർമ്മയില്ല. എന്തെല്ലാം അലങ്കോലായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത്രേ ഉള്ളൂ. അതിൽ ഫ്ലവർ ഉണ്ട്. ഇനി പുറത്ത് നിർത്താം, ഞാൻ അവിടെ ഇരിക്കുന്ന വ്യൂ രസം ഉണ്ടാവും കാണാൻ. ക്ലാസ് പൊട്ടി ഇല്ല, പൊട്ടിയില്ല, അത് കാണൂല അങ്ങനെ. ഓക്കെ, ടി വി ഉണ്ട്, പക്ഷെ നമ്മൾ ടി വി ഓണാക്കിയില്ല. വ്യൂ സെറ്റ്, വ്യൂ രക്ഷയില്ല. നമുക്ക് ഡ്രസ് മാറ്റി വന്നാലോ, നമ്മളെ ഔട്ട്ഫിറ്റ് ചെക്ക് എടുത്തിയാലോ? കുളിച്ചിട്ട് നമ്മ പൂളിൽ ഇറങ്ങിയില്ല. ഈ ആപിച്ച പേരും മടിയനാ. ഞങ്ങക്ക് പൂളിൽ ഇറങ്ങി, ഇന്നലെ എന്നെ പനി വന്നിരിക്കുന്നത്, ഞങ്ങക്ക് കഴിയില്ല പൂളിൽ ഇറങ്ങാൻ. പൊതുവെ ഞാൻ ആക്ച്വലി പൂളില് രാവിലെയും രാത്രി ഇറങ്ങലുണ്ട്. ഇവൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം പൂളിൽ ഇറങ്ങിയത്, ഒരൊറ്റ പ്രാവശ്യം. പിന്നെ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, സ്വിങ്. ഇവിടെ നമുക്ക് ഡ്രസ്സ് ആറിടാം. ഓയ് അഭിച്ച്, എന്റെ ഷഡ്ഡി ഒന്നും കാണിച്ചു കൊടുക്കല്ല. ഇതിന്റെ ഡ്രസ്സിന്റെ പാന്റും ഷർട്ടും ഇന്നലെ പൂളിൽ ഇറങ്ങിയപ്പെട്ട് ഇന്ന് അത് തന്നെ ആയിരിക്കും ഇവിടെ. എനിക്കതിൽ എല്ലാം നനച്ചു വിട്ടാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. മല ഭയങ്കര ഏത് മല? ഇന്നലെ ഇല്ലേ ഞാനൊരു മല കാണിച്ചു തന്നില്ല, മറ്റേ കളർ ഓറഞ്ചാ. നേരത്തെ പറഞ്ഞില്ലേ സൺസെറ്റ് ആയിരിക്കും ഇവിടെ, സൺസെറ്റ് നല്ല വൈബ് ഉണ്ടെന്ന്. ചിലപ്പോ സൺസെറ്റിന്റെ ടൈമിൽ ആ പീക്കിലില്ലേ കളർ ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇന്നലെ കണ്ടില്ല ഒരു ഓറഞ്ച് കളർ സൺസെറ്റിന് ഇവിടെ നല്ലെന്തേ. അപ്പൊ മറ്റടുത്ത് പോണ്ട്. മറ്റോട് ഇവിടെ അടുത്ത് തന്നെ അല്ലേ. ഇന്ന് വേറെ റിസോർട്ടും കൂടി. ഇത് ഈവനിങ് വരെയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും സ്കൈ. ഇന്ന് നല്ല നല്ല ഇന്നലെ ക്ലൗഡി, ഇന്ന് നല്ല രസം, നല്ല ആകാശം. നോക്ക് ആടെ കാണിച്ചു കൊടുക്ക, എന്നെ കാണിച്ചു കൊടുക്കല്ല. ഒരു വ്യൂ കണ്ട് ഓരൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളെക്കാൾ വലിയ വ്യൂ നമ്മള് കണ്ടെന്നൊക്കെ ആയിരിക്കുന്നുണ്ടോ? അല്ല, അന്ന് അമ്മ കാണുന്ന സാധനം കാണിച്ചു കൊടുക്കണ്ടേ. ഇന്നൊരു റിസോർട്ട് ഉണ്ട്, വിചാരിക്കും ഒരു മാസം വയനാടിൽ നിന്ന് ഫുൾ റിസോർട്ട്. അങ്ങനെ വേണമെങ്കിൽ നിക്കൊക്കെ ചെയ്യാം. നാളെ നമ്മൾ ഇന്ന് ആക്ച്വലി ഇവിടുന്ന് വേറെ റിസോർട്ടിലോട്ട് പോകും. ഇവിടുന്ന് ആകെ 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പൊ ഇന്ന് അവിടെ ആയിരിക്കും. മിക്കവാറും മറ്റന്നാൾ നമ്മള് മൗണ്ടൻ വ്യൂലായിരിക്കും അല്ലേ. ആക്ച്വലി നമ്മൾ ഇന്ന് പോണ്ടാണ്. അഭിച്ചക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. ഓനിങ്ങനെ ഈ വർത്താനം പറയണേ നോക്കണ്ട. ഇന്നലെ അവിടെ പനിച്ച് കിടക്കുന്നുണ്ടായിന്. ആരാ നിനക്ക് പനി വന്ന്? പനി അറിയില്ല, മഴ നനഞ്ഞോണ്ടായിരിക്കും. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ വെറച്ച് നിന്നത്, ചളിച്ചിട്ട് പറിച്ചിന്, തണുത്തിട്ട് വെറുത്തിന്, ചളിച്ചിട്ട് പറിച്ചിട്ടില്ലേ. സീന്. അമ്മക്ക് എന്താക്കറിയോ, ഞാൻ പറഞ്ഞു ഫ്രഷ് ആയിട്ട് കോസ്റ്റ്യൂം മാറ്റിയിട്ട് ഡ്രസ്സിന്റെ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടായിട്ട് പിന്നെ പൂളിൽ ഇറങ്ങി പൂളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാ. ഓക്കെ, നമ്മൾ ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം. ഔട്ട്ഫിറ്റ് ജാക്കറ്റിന്റെ വെസ്റ്റ് സൈഡും പാൻറ് എന്തേലും ഫ്രീക്കിങ്സും. ആബിച്ചെന്റെതാ? എന്റേത് പാൻറ് SM-ഉം ഷർട്ട് കിടന്നു. ഷർട്ട് വാങ്ങിയത് സ്നിച്ചല്ല, മറ്റേതിന്ന് മറ്റേ ഒരു കുതിരയില്ലേ, യൂസ് പോളോ. സോറി. നീ ഇപ്പൊ വൈറ്റിടുന്നേ. അങ്ങനെയാണെങ്കിൽ ഇന്റെ ഡ്രസ്സ് അതല്ല കേട്ടോ, ഇന്റെ ഡ്രസ്സ് വേറെ. ഇപ്പൊ ഞാൻ ലാവൻഡർ അല്ല ഇടുന്നേ. ചുരിദാറോ?
അത് ഞാൻ പറഞ്ഞു അത് ചുരിദാർ ലിബാസ് തോന്നുന്നു, ലിബാസ്. ഞാൻ എല്ലാത്തിനും ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഒന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഒന്ന് ചോദിക്കണ്ട, SM-ലേക്ക് പോയാൽ മതി. ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് എന്താക്കണം എന്നറിയോ? എല്ലാവരും ഞാൻ ഏത് വീഡിയോ ഇടുന്ന അതിന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തായാലും കിട്ടും. യൂട്യൂബിൽ ഓട്ടോമേഷൻ കിട്ടൂല, ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. ഇൻസ്റ്റഗ്രാമിന്റെ ബയലുണ്ട് ഗൈസ്, യൂട്യൂബ് ബയൽ. അപ്പൊ ശരി ഗൈസ്, ഇത് കുടിച്ചില്ല ഞാൻ കുടിച്ചല്ലോ ഗൈസ്. ദിസ് ഇസ് ഇന്നാണ് എൻ്റെ ഹയാഷിത്തെ ഔട്ട്ഫിറ്റ് ആണ് ഇത്. ആക്ച്വലി സഫ്രാസും അല്ല സോറി, ഇത് വെസ്റ്റ് സൈഡും ഇത് ഫ്രീ കിങ്സും. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൂടെ കയറ. എന്നിട്ട് പറ. അപ്പൊ നമ്മള് റിസോർട്ടിന്റെ വീഡിയോ എടുക്കാൻ പോവാ. നമുക്കിവിടെ ഒരു റൂം കണ്ടിട്ട് നല്ല അടിപൊളി എസ്തെറ്റിക് ഇവിടുത്തെ റൂം ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പുറത്ത് തേയിലത്തോട്ടാണ്, നല്ല അടിപൊളി എസ്തെറ്റിക് ആണ് ഗൈസ്. എന്നെ പോലത്തെ ആൾക്കാർക്ക് മസ്റ്റ് കം. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എൻ്റെ സ്പെക്ക് എടുത്തിട്ട് തരുന്നില്ല. ഇതെൻ്റെ സ്പെക്ക്. എൻ്റെ സ്പെക്കാണ് ഈ സ്പെക്കാണ് എന്നത്തെ സ്പെക്കാണ് രസം. ഇതാ രസം എനിക്ക്. ആ നേരെ ഓയ് 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 ആബിദലി ഗൈസ്. ഓൻ ആക്ച്വലി അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറയേ. ഹായ്. എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഇവിടുന്ന് ഇത്രയും നല്ല വ്യൂ ഉണ്ടാവുമ്പം ആൻഡ് ഇത്രയും നല്ല നെജു, ഞാനിങ്ങനെ അവിടെ നിൽക്കും, ഓൻ അവിടെ നിൽക്കും, എന്നിട്ട് ഫുൾ എസ്തെറ്റിക് വീഡിയോസ്. അൽ ഫോട്ടോഗ്രാഫർ ആബിദലി അവസ്ഥ. ഹായ് പറയ്. ഹായ്. ഞാനിപ്പോൾ ഈ റൂമിൽ നിന്ന് ആക്ച്വലി തായ്ക്ക് പോവാടെ ആബിച്ച ഫോട്ടോ എടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ദ മെയിൻ തിങ് ഇസ് ആബിച്ച ഒരു വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ആയതുകൊണ്ട് എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടി. ദ ബെനിഫിറ്റ്സ് നമ്മളെ ഫോട്ടോഗ്രാഫർ വെക്കാണ്ട് തന്നെ നമുക്ക് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും. ഒയ് 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 പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ? ആ ഫാൻ്റെ ഫോൾഡ് ചെയ്തോ, ഇവിടെ ചെളിയുണ്ട് മൊത്തം. ഫോൾഡ് ചെയ്യൂലേ, മടക്ക താലത്ത് അല്ല പരിഷ്കാരം. ഈ ചെളിയിൽ വലിയ പാൻറ്റെല്ലാം ഇട്ട് ഇപ്പൊ കണ്ടം കളിക്കാറേ. അസു, നിനക്ക് അസു അല്ലേ? ഇനി കുറച്ച് കാപ്പിത്തോട്ടത്തില് കാപ്പി പറിക്കാം. ഇതാ മറ്റേ ഊട്ടി. ഇത് സത്യം പറയുക, ഇതിൽ ഊട്ടിയിൽ വരുന്ന മറ്റേ അങ്കിളിനെ പോലെ ഇല്ലേ, റൂം വേണം. സീരിയസ്ലി. പറ നീ മറ്റേ കാറ്ററിംഗ് പണിക്കാരെ മാതിരിയാണ് എന്നെ കണ്ടിട്ട്. എങ്ങനെ? ആയിക്കോട്ടെ. ആണ്, കാറ്ററിംഗ് പണിക്കാരെ മാതിരി തന്നെ ഉണ്ട് കാണാൻ. ഫുള്ള് ചളി. ഇതൊക്കെ ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഒരു വീഡിയോഗ്രാഫർ അല്ല, അത് ഫോട്ടോഗ്രാഫർ വന്നിക്കുന്ന പട്ടി ഷോ എടുക്കറിയോ? ഞാനല്ലേ നിനക്ക് ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചത്. ആയിക്കോട്ടെ. എന്തേ എന്തൊക്കെ കാണണം പഠിച്ചോനെ. സീന് സാധനം മോനെ. ഇത്രയും കാലത്തിന്റെ അടുക്ക് നിന്റെ കരിയറിൽ ഇത്രയും നല്ല സാധനം കിട്ടിയിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ. ആയില്ല, വെയിറ്റ്. നടന്നു പോയിക്ക. തിരി ഉറപ്പുണ്ടായി. നീ ആദ്യം മല്ലടിച്ച് ഇങ്ങോട്ട് മല്ലടിക്ക്. അങ്ങനെ
കൊറേ ഫോട്ടോ എടുത്ത് ഷട്ടിലൊക്കെ ഓ കളിച്ച് രാവിലെ നീ തള്ളിയത് ഓർമ്മ ഉണ്ടോ? പുറത്തുനിന്നാണ്ട് ഫുഡ് കഴിക്കാതെ. അടുത്ത ഗെയിമിംഗ് സെക്ഷൻ. പക്ഷെ ലേറ്റ് ആയി പോയി. ഇതെന്തായാലും കളിക്കൂല, അത്ര ബുദ്ധി. ഇത് ഫുട്ബോൾ കളിക്കുന്നല്ലേ? അതത്ര ബുദ്ധിയില്ല. ഇത് പിന്നെയും കളിക്കാം. അയ്യോ കളിക്ക്. നമുക്ക് ക്യാരംസ് കളിക്കാം. ക്യാരംസ് വേണ്ട, ക്യാരംസ് ഇന്നലെ കളിച്ചില്ലേ, ഇന്ന് ക്യാരംസ് വേണ്ട. ഞാൻ ഏത് ബസ്സിലേക്ക് വരണ്ടേ? ഇതിപ്പോ എങ്ങനെ കളിക്കാൻ പറഞ്ഞോണ്ടാ? ഈ ബോള് കണ്ടോ? അത് ഞാനേത്? നീ ആ സൈഡ് ആണെങ്കിൽ ഈ ബോളിന് അങ്ങനെ വിടാൻ പാടില്ല. കണ്ട ആ ഹോൾസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗോളാ. ഞാൻ ഏതാ കളറ്? നീ പച്ച. ഇല്ല. ഓക്കെ. അയ്യോ ആക്ച്വലി ഞാൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഫുട്ബോൾ എനിക്ക് വല്ല വശമില്ല സത്യമായിട്ടോ. ഇതെല്ലാം നിന്റേത്, അത് തൊടാൻ പറ്റൂല. എല്ലാം മാത്രം നിങ്ങക്ക് തൊടാ. റെഡ് എന്റേതും. അതിപ്പോ ഇന്റെ പോസ്റ്റിലേക്ക് ഞാൻ അങ്ങനെ കളി എനിക്ക് പഠിപ്പിച്ചെന്നതാ. ഇനി ഇന്റെ അടുത്തേക്ക് ബോൾ വരുന്നില്ലല്ലോ. ഇല്ല ഇതിന്റെ ഓൾസിന്റെ ഈ ഓൾസിലേക്ക്. അപ്പൊ നേരത്തെ കിട്ടിയില്ലല്ലോ. ചതി ചതി. അതാണ് എനിക്ക് പറ്റിയ ഗെയിം. ഏതാ? ലൂഡോ ബോർഡ്. നല്ല രസമുണ്ട് വ്യൂ. നോക്കിയോ പൂളില് വെയിൽ വന്നു. അടുത്ത കുളിക്കാൻ പോവാ. അടുത്ത കുളിസീനാണ് ബാലി സ്റ്റൈൽ കുളിസീൻ. എവിടെ പോവാ? കൊറേ ഫോട്ടോ എടുത്ത് കൊറേ റീൽസ് എല്ലാം എടുത്ത് എന്നിട്ട് അടുത്ത ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ സ്പെക്കൽ എന്ത്? നിന്റെ സ്പെക്ക് എൻ്റെ പോക്കറ്റിലുണ്ട്. എന്നിട്ട് ഉള്ളിറങ്ങും. ഈ പൂളിലിറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ലാഭിച്ചതിൻ്റെ ഓരോ ഉടായ്പ പരിപാടി നടക്കൂല മോനെ. പിന്നെയാണ് നിൽക്കയച്ചത്. അപ്പോൾ അടുത്ത ഫുഡ് കഴിച്ചിട്ട് കാണാലോ. യെസ്. പുട്ട്. അല്ലെങ്കിൽ ആവശ്യക്ക് തള്ളല് കുറച്ച് കൂടുതലാ. പുട്ടും കൂടി ഫുഡ് കഴിച്ചു. ഇനി എൻ്റെ കുറേ പട്ടിഷോയും ഫോട്ടോ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ആബിച്ചൻ്റെ കുറച്ച് ഫോട്ടോസ്. അതിനുള്ള ക്യാമറ സെറ്റ് ചെയ്യാണ്. ശരിക്കേ ഇപ്പോഴാണ് ഇന്നലെ ആബിച്ചൻ്റെ ഫോട്ടോ എടുത്തെടുത്തൊക്കെ ഞാനാട്ടോ. ആ ഗ്യാപ്പിലേക്ക് അവിടെ നിൽക്ക്. ജസ്റ്റ് ഫ്രെയിം നോക്കാൻ, അല്ലാണ്ട് നിന്റെ എടുക്കാനല്ലേ. പോടാ. ഓക്കെ കം ഓൺ. അയ്യോ മറ്റു ട്രൈപ്പോഡോടെ ഫോൺ ഇളകുണ്ട്. ഒന്നുകൂടി പോയി വേറെ പോസ്റ്റ് ഇടേ. അഭിച്ച പൊളിയല്ലേ? എന്ത് പിക്ചർ വെക്ക്. പോസ്റ്റ് ചെയ്യണ്ട. എന്നാല് അവിടെ ഞാനും കൂടെ നല്ല രസം ഉണ്ടാവും. ഇപ്പം ഏകദേശം 12 മണിയല്ല അയക്കുന്നത്. എന്നിട്ടും സ്കൈൻ്റെ വ്യൂ നോക്ക്, എന്ത് രസമാണ്. നമ്മൾ ആക്ച്വലി ഇത്ര നേരമായിട്ട് പൂളിൽ ഇറങ്ങിയിട്ടില്ല. ഇതാണ് പ്രശ്നം. 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഒന്നിച്ച് കഴിഞ്ഞാൽ. ഞാൻ പൂൾ അഡിക്റ്റ് ആവിച്ചക്കാണ് പൂൾ ഇഷ്ടമല്ലേനു. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഷോർട്ട് ബ്രേക്ക്. ഷോ ആപ്പ് ചെയ്ത് വീഡിയോ ഓൺ ആക്കിയിട്ട് അവിടെ നിന്നുണ്ട് മെയിനാണ്. എന്തൊക്കെ കാണണം ഗായ്സ്. ഇപ്പം ഞാനിങ്ങനെ ആയത് എന്തുകൊണ്ടാന്ന് ഇപ്പം മനസ്സിലായില്ലേ?
അതിനുള്ള ഉത്തരാണ് ആ നടന്നു തരുന്നത്. വെറുതെ പറയല. ഇനി എനിക്ക് വേണം. അല്ല ഇത്ര നേരമായിട്ട് വ്യൂ നോക്ക്. ഇപ്പൊ പുള്ളിറങ്ങിയ സീനായിരിക്കും. നല്ല ക്ലൈമറ്റ്. ചെക്ക് നോക്ക്. എന്തേ കൈ ടൈറ്റ് ആയോ ഡ്രസ്സ്? എടുത്തത് വീഡിയോടാ. വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് എടുക്കേണ്ടത്. സ്ലോ മോഷൻ ആക്കുന്നു. എന്തൊക്കെ കാണണം ഞാൻ ആവശ്യ. ടുടൂൺ ടുടൂ ടുടൂൺ ടുടൂൺ ടുടൂൺ. കളിയാക്കൊണ്ട് പോടി. റിവേഴ്സ്. വാച്ച് ടൈറ്റ് ഉണ്ടോ? വാച്ചില്ല, ക്ലിപ്പ് ഇട്ടത്. വാച്ചില്ല എന്നെ വിളിക്ക് വേഗന്ന്. അഭിച്ചാന്ന് വിളിക്ക്. അഭിച്ച ഓക്കെ. ആ വാമ്പറ്റി ഇത് കാണിച്ചു കൊടുത്താലോ എല്ലാവർക്കും. അഭിച്ചന്റെ യക്ഷിപ്പല്ല്. ബഫലോന്റെ മൂക്ക് സാധനം വെച്ചത്. ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ് എന്തേ ഫുഡ് കഴിഞ്ഞ് ഇപ്പൊ പൂളിലിറങ്ങിക്കുന്നു. ഞാൻ ഇറങ്ങൂലേ? വ്യൂ അങ്ക് പനിയാ ഇറങ്ങൂല. തുണി അറുത്തിട്ട് നോക്കണ്ട. ഇത് റെസ്റ്റോറന്റ് അല്ല, ഇത് റെസ്റ്റോറന്റ്, ഇത് സ്റ്റേ, ഇങ്ങനത്തെ പിന്നെ കുറെ ഹട്ട്, പിന്നെ പ്രൈവറ്റ് പൂള്, അങ്ങനെയുള്ള സംഭവം. സത്യം പറയും. ഈ പൂള് ഭയങ്കര സിനിമക്കൊക്കെ പറ്റിയ പൂള്. എന്താ സിനിമ ആയുള്ള പൂള സിനിമയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിക്കണത്. എന്നിട്ട് തന്നെ ഉണ്ട് ഇത്ര ഇങ്ങനെ. ഈ അത്ര അകത്തായിട്ടില്ലല്ലോ. നിനക്ക് തന്നെ ഹൈറ്റില് കുറച്ച് കൂടുതൽ പറയല്. ഞാൻ എനിക്ക് ഹൈറ്റില്ല ഓൾറെഡി. എന്നെക്കാളും ചെറുത് ഈ. അപ്പൊ ഇക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ബാക്കിയുള്ള ആൾക്ക് അറിയില്ല. അപ്പൊ അടുത്തത് ഇനി ഞങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്ത ആക്ച്വലി നമ്മളിന്ന് നാട്ടിക്ക് പോകേണ്ടതാണ്. കല്യാണം ഉണ്ട്. ബട്ട് വണ്ടി ഓട്ടാൻ വയ്യാന്ന് അത്ര 2 മണിക്കൂർ 3 മണിക്കൂർ വണ്ടി ഓടിക്കണം. നിങ്ങക്ക് വയ്യ, നിങ്ങക്ക് പനിയാണ്. അതുകൊണ്ട് കുറവുണ്ട് മറ്റേ സാധനം കുടിച്ചതിന്റെ ശേഷം. ഇതോ അതുകൊണ്ട് ഇന്ന് വേറൊരു പ്രോപ്പർട്ടിയിലും കൂടി പോകുന്നുണ്ട്. അന്ന് ആടെയും കൂടി ഉണ്ട്. എന്നിട്ട് നോക്കാം നമുക്ക്. നാളെ ഓക്കെ ആണെങ്കിൽ നാളെ പോകും. മലക്ക് ട്രെക്കിംഗ് ഉണ്ട്. അതേത് മല അറിയോ? ആരെ? അങ്ങനെ എന്തിനു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പൂള്. ബാലി ബ്രേക്ക്ഫാസ്റ്റ്. ബാലി ടൈപ്പ് ആണിത്. നമ്മൾ ഹയാഷിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത റിസോർട്ടിലേക്ക് പോവാണ്. സോ ഈ ഒരു വ്ളോഗിന്റെ എൻഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അഭിജയ് ഇന്നത്തെ ദിവസം? അടിപൊളി റിസോർട്ട്. അടിപൊളി മീൻസ് നല്ല അടിപൊളി. ഫാമിലിക്കാണ്. Continue on Mepadi, Churalmala Road for 1 kilometer. കൂടുതലും കപ്പിൾസിന് 100% ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ടും. പിന്നെ ഫാമിലിക്കും അടിപൊളിയാണ്. ഗെയിംസ് ഒക്കെ ഉണ്ട്. എന്തായാലും വിസിറ്റ് ചെയ്യാം നിങ്ങളെ വയനാട്. ഫുഡാണെങ്കിലും സർവീസ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ഓക്കെ.
പിന്നെ നമ്മൾ അടുത്ത റിസോർട്ടിലേക്കാണ് പോകുന്നത്. സോ ഈ വീഡിയോ എൻഡ് ചെയ്യണം. സോ എല്ലാവരും റിസോർട്ടും അടുത്ത വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. അതിന് മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും എന്തെല്ലാം ടൈപ്സ് വീഡിയോസാണ് വേണ്ടിയെന്നും റെഫർ ആക്കാം. സോ ബൈ ബൈ.